നമ്മളെപ്പോൾ പറമ്പിലോട്ട് പോയാലും ഈ പൂച്ച കൂട്ടത്തിൽ വന്നിരിക്കും കേട്ടോ. അത് കണ്ടു കഴിഞ്ഞാൽ കൂട്ടത്തിൽ വരും. പപ്പി ഉണ്ടെങ്കിൽ ഒന്നും പറയണ്ട, പപ്പിയുടെ മുമ്പിൽ ഇവിടെ ഓടിയിരിക്കും. വേറൊരു പ്രത്യേകത ഉണ്ട്, നമ്മളെങ്കിലും മരച്ചോട്ടിൽ പോയി ചുമ്മാ എന്നാൽ മതി, നമ്മൾ നോക്കുന്ന മരത്തിൽ പൂച്ച ഓടി കയറിയിരിക്കും. എന്നാൽ ഒരു തെങ്ങ കയറിയിട്ട് തേങ്ങ ഇട്ട് തരുമോ, അതൊട്ടില്ല അതിനും. അങ്ങനെ ഞങ്ങൾ നടക്കാൻ പോയപ്പോൾ പറമ്പ് ചെന്നപ്പോൾ ഉണ്ടല്ലോ, ഒരു കൊക്കോടെ തൈയുടെ മുകളിൽ ഒരു കരിയിലപ്പഴയുടെ കൂട് മാത്രമല്ല, അതിൻ്റെ അകത്ത് പുള്ളി മുട്ടയിട്ട് അടയിരിക്കുക. കുഞ്ഞുങ്ങളുണ്ടോയെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങോട്ട് നോക്കി നിൽക്കുന്നുണ്ടെങ്കിൽ പൂച്ച എന്ത് ചെയ്യും, ആ പക്ഷിക്കൂട് കാണും, ഒന്നെങ്കിൽ കരിയിലപ്പഴയുടെ പപ്പും കൂടെ പൂച്ച പറിക്കും, അല്ലെങ്കിൽ അതിൻ്റെ മുട്ട എടുത്ത് ഉൾസ അടിക്കും. അപ്പം നമ്മളായിട്ട് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ എന്ന് കരുതി പൂച്ചയെ കാണിക്കാതിരിക്കാൻ പെട്ടെന്ന് തന്നെ പറമ്പിൽ തിരിച്ചു കയറി പോകുന്നു കേട്ടോ. പെട്ടെന്ന് വരാൻ പൂച്ച വിളിച്ചാൽ പൂച്ച വരത്തില്ല, ഓൾറെഡി അതൊരു കൊക്കോ തയ്യെ കയറി ഇരിക്കുക. പിന്നെ തിരിച്ചു വിളിക്കാൻ എളുപ്പം ഇതുള്ളൂ, പപ്പിനെ വീടോട് വിടുക. പപ്പി വിട്ടപ്പം സൂക്ഷിച്ച് നോക്കിയാൽ പോലും കാണത്തില്ലാത്ത സ്പീഡിൽ പൂച്ച തിരിച്ചു പോകുന്നു കേട്ടോ. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ക്യാമറയായിട്ട് വന്ന് ഒരു ഫോട്ടോ എടുക്കാൻ നേടി തിരിച്ചു വന്നു. 5 പ്രാവശ്യം ഞാൻ തിരിച്ച് പറമ്പ് വന്നിട്ട് വീട്ടിൽ പോകേണ്ടി വന്നു കേട്ടോ. കാരണം എപ്പോൾ ഇറങ്ങിയാലും പൂച്ച തിരിച്ചു വരിക. ലാസ്റ്റ് പൂച്ച വഴി കടന്നു, അവിടെ എന്തോ ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ. ഞാൻ വളരെ നാച്ചുറലായിട്ടാണ് അഭിനയിച്ചത്. പറമ്പ് ചുമ്മാ പോണ പോലെ ഞാൻ പോയത്. പക്ഷേ പൂച്ചയ്ക്ക് എന്തോ സംശയം അടിച്ചിട്ടുണ്ട്, പുറകെ വന്നുകൊണ്ടേയിരിക്കും.